പിന്നെ 1 കിലോ പോത്ത് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബ്ലഡെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: 2 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 കുടം വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, വിനാഗിരി, വെള്ളം ആവശ്യത്തിന്, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയാണ് ഈ പോത്ത് വരട്ടിയതിന് ആവശ്യമുള്ള സാധനങ്ങൾ. പോത്ത് ഉലർത്തിയത്, പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകം, ഈ ജീരകം, ചെറിയ ജീരകമല്ല വലിയ ജീരകം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കുക. കടായി ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. എണ്ണ ചെറുതായി ചൂടാകുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇതോടെ പൊടി മൂപ്പിക്കാം. കടായിൽ നിന്ന് പച്ചക്കറികളിലോട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മൾ ഈ കൂട്ടും കൂടെ ചേർത്ത് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം കൂടി ഒരു ഇട്ട് വായിക്കാം. നന്നായി വഴഞ്ഞ ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അടപ്പൊന്ന് തുറക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇത്രയും ചേർത്ത് നല്ല ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിക്കാം. മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കാം. നന്നായി വേണ്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പോത്തിറച്ചി ചേർക്കാം.
അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് പ്രഷർ കുക്കറിലെടുക്കാം. പോത്തിറച്ചി വേവുന്നവരെ കുക്ക് ചെയ്യാം. സമയം വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. അതൊന്ന് മിക്സ് ചെയ്യാം. വെയിറ്റ് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കുറച്ച് ടൈമായി. ഇനിയൊന്ന് തുറന്ന് നോക്കാം. അതുപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് വലർത്തിയെടുക്കാം, അതായത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി മറ്റൊരു കടായി എടുക്കാം. കടായി എടുത്ത് സ്റ്റവ് കത്തിക്കാം. കടായി ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. അപ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം ഇടാം. അതൊന്ന് ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് എണ്ണയിൽ വഴറ്റിട്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ നോക്കട്ടെ. മൂക്കുന്നവരെ നമുക്ക് വഴറ്റാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മതി. അതൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് പോത്തിറച്ചി ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഈ സമയം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പോത്തിറച്ചി ഉലർത്തിയത് റെഡിയായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. പോത്തിറച്ചി ഉലർത്തിയത് റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.